ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരുന്നു ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായിട്ട് നമ്മൾ വിവാഹം എന്ന് പറയുന്ന ആ ഒരു വിഷയം, അതിൻ്റെ അകത്ത് വിവാഹം സ്വർഗമാക്കൽ അല്ലെങ്കിൽ മാരിറ്റൽ എൻറിച്ച്മെന്റ്, വൈവാഹിക ജീവിതത്തെ എങ്ങനെ കൂടുതൽ എൻറിച്ച് ചെയ്യാം, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് വിജയരാമൻ സാറ് ഒരിക്കൽ കൂടി അതിന്റെ ഭാഗങ്ങൾ സംസാരിക്കും. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം വിജയരാമൻ സാറിനെയും. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. ഇതിപ്പോ ഞാനിപ്പോ ഒരു യാത്രയിലാണ്. കുറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലെത്തും. അപ്പോ വളരെ നന്നായിട്ട് ഈ വീഡിയോ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. വീഡിയോ ഓഡിയോ എല്ലാം നെറ്റില് നല്ല നെറ്റിൽ എനിക്ക് വരും. അപ്പൊ കൂടുതൽ വ്യക്തമാവും എന്നെ. അപ്പോ അതുവരെ എന്നോട് ക്ഷമിക്കുക. കാറിലാണ് ഇപ്പൊ ഞാൻ. ഓക്കെ, നമ്മള് എന്തായാലും നേരത്തെ തുടങ്ങി വെച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി വെച്ച ഒരു കാര്യമാണ് അത്. ഞാനിപ്പോ ഈ ക്ലാസ് നടത്തുന്നത് വളരെ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടും വളരെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസ്കസ് ചെയ്തതെല്ലാം തന്നെ നമുക്ക് ഒന്നും കൂടി ഉറപ്പിച്ച് മുന്നോട്ട് പോകാം. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തത്? എല്ലാവരും ഒന്ന് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മള് ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ പൊതുവെ പുതുതലമുറകളുടെ ഇടയ്ക്ക് വിവാഹ സംതൃപ്തി കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ വൈവാഹിക ബുദ്ധിമുട്ടുകൾ, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ്, വൈവാഹിക ദുരിതങ്ങൾ, മെരിറ്റൽ ഡിസ്ട്രസസ്, അതുപോലെ തന്നെ ഡിസ്കോഡ്. ഇങ്ങനെയാണ് ക്രമത്തിലാണ് അത് പോകുന്നത്. ആദ്യം ബുദ്ധിമുട്ടുകൾ, പിന്നീട് ഡിസ്ട്രസ്, എന്നിട്ട് ഡിസ്കോഡ്, ഭിന്നത. അത് കഴിഞ്ഞിട്ടാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറയില് ഇതെല്ലാം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. സത്യത്തിൽ നമ്മളെ പോലുള്ളവരെല്ലാം ഇതിൽ ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. കാരണം പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണ്, അല്ലെ? നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ തലമുറകളാണ്, വരുന്ന തലമുറകളാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് എന്താണ് പരിഹാരം? ഇപ്പോ ശാസ്ത്രീയമായി എന്തുകൊണ്ട് ഇത് സംഭവിക്കും, എന്തുകൊണ്ടും സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും. ഇതാണ് ഈ ക്ലാസിന്റെ ലക്ഷ്യം. നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി അവയർനെസ്സിന് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ അവബോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ചർച്ചകൾ വഴി നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. 50% ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ക്ലാസ് അവിടെ വെച്ച് നിർത്താം. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമ്മളിപ്പോ ഡീൽ ചെയ്യുന്ന വിഷയം നമുക്കറിയാം. ഒരു വൈവാഹിക പ്രശ്നം വരികയാണെങ്കിൽ, ഒരു കുടുംബ പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ആരും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ അകത്ത് തന്നെ, കുടുംബത്തിന്റെ അകത്ത് തന്നെ കാര്യങ്ങൾ പരിഹരിക്കണം. വളരെ വളരെ അടുത്ത ആൾക്കാരായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിരിക്കും. വളരെ അടുത്തുള്ള ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിരിക്കും. ഇച്ചിരി ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ അത് ശാസ്ത്രീയമായ രീതിയിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നേവരെ. ഇപ്പോൾ പക്ഷേ ഇന്നത്തെ കുടുംബ സാഹചര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കൂട്ടുകുടുംബ സമ്പ്രദായം ഏകദേശം ഘടനാപരമായിട്ടില്ലാതായിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോ പലപ്പോഴും ഫങ്ഷണലായിട്ട് കൂട്ടുകുടുംബത്തിന്റെ വ്യവസ്ഥയിലാണ് നടക്കുന്നത്. അതായത് ഒരു മുതിർന്ന കാരണവരുടെ കീഴില് കാര്യങ്ങൾ കേട്ടുകൊണ്ടും അവരുടെ മുതിർന്നവരുടെ ഉപദേശത്തിൽ നടക്കുക. അതിനനുസരിച്ച് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സൊല്യൂഷന് വേണ്ടിയിട്ട് ഒന്നിച്ച് ചർച്ച ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അനുസരിക്കുക, മൂത്തവരെ അനുസരിക്കുക എന്നൊക്കെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് ഘടനാപരമായിട്ട് ഇപ്പൊ ഇല്ല. ഫങ്ഷണലായിട്ട് നമ്മൾ ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട്
ആ രീതിയിലുള്ള സൊല്യൂഷൻ, പണ്ടത്തെ സൊല്യൂഷൻ ഇപ്പൊ നടക്കുന്നില്ല. പിന്നെ വേറൊരു ഉപാധി ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലിങ് അല്ലെ, മനഃശാസ്ത്രപരമായിട്ട് ഈ വൈദഗ്ധ്യം നേടിയ ആൾക്കാരെ. പക്ഷെ അതിനും നമുക്ക് ടാലന്റ് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് അഭിലഷണീയമായി കഴിഞ്ഞ സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നറിയില്ല. നമ്മള് കുറെയൊക്കെ നമ്മൾ സ്വയം ബോധവാന്മാരായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സ്വയം തന്നെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് എന്നുള്ളതാണ് ഞാൻ വിഷയമാക്കുന്നത്. അതായത് ഒരു പ്രശ്നം വരുന്നതിന് മുൻപേ പ്രിവെൻഷൻ, ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അതിന് നമുക്ക് കഴിയും. അതാണ് ഞാൻ ലക്ഷ്യമാക്കിയത്. ഞാൻ എന്റെ ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ നെറ്റിന്റെ പ്രശ്നത്തിൽ കുറച്ച് ഷെയറിങ് നടക്കും നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാം നമുക്ക്. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഒന്ന് ആരെങ്കിലൊക്കെ ഒന്ന് ഡിസ്കഷനിലോട്ട് മുന്നോട്ട് വരാമോ? കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് ഓർമ്മിച്ചെടുക്കാവോ? പ്രധാനമായിട്ടും ഇപ്പോൾ ഉള്ള പുതിയ തലമുറയിൽ മുന്നോട്ട് ചർച്ച ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? തീർച്ചയായും സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് എന്നെ? ഓക്കെ, കേൾക്കാം. യെസ്. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. സാറിന് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. കേൾക്കാമോ? അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാറല്ലേ? ഇപ്പൊ ചെറുതായിട്ട് ആരെങ്കിലും ഒന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചിരുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? ഷെയറിംഗ് ഇപ്പൊ പോസിബിൾ അല്ല, കാരണം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും, മൊബൈലിലായതുകൊണ്ട്. ഷെയറിംഗ് നമുക്ക് അവിടെ വീട്ടിലെത്തി കഴിഞ്ഞാല്, ഞാൻ ഏകദേശം വീട്ടിലെത്താറായി. ഓക്കെ, ഞങ്ങൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം സാർ. പറയൂ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ രീതിയിൽ, ഞാൻ പറഞ്ഞില്ലേ, ഡിസ്കഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ഡിസ്കഷനിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട്. അതെന്താ വെച്ചാല്, കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വൈവാഹിക പ്രശ്നങ്ങള് തുടക്കത്തിൽ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മെച്ചം. ഓർക്കുന്നുണ്ടോ നമ്മൾ ആരാണ് അത് പറഞ്ഞതെന്ന്? അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. തുടക്കത്തിൽ തന്നെ ഒരു വിവാഹം നടന്നതിന് ഉടനെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ശേഷം തന്നെ നമ്മള് വൈവാഹിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തില് ഉള്ള സമീപനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അത് കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കുറച്ച് വിഷമമാണ്. പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, പരിഹരിക്കാൻ വിഷമമാണ്. അത് കൂടുന്തോറും കൂടുതൽ വിഷമമാണ്. ഏത് ഘട്ടത്തിലും നമുക്ക് വൈവാഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളെ സൂചിപ്പിക്കണ്ടായിരുന്നു ചർച്ചയിൽ. ഓർക്കുന്നുണ്ടോ അത്? ആരെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യും? ഉണ്ട് സാർ, തീർച്ചയായും. അതിനെന്താണ് കാരണം? എന്താ
വൈവാഹിക പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ പരിഹരിക്കണം. അതായത് നമ്മുടെ മക്കളാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോ മക്കളുടെ വിവാഹത്തെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം വളരെ ഒബ്സർവ് ചെയ്തിരിക്കുമല്ലോ. അവര് തുടക്കം മുതൽ അവരെ എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവരെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ കാണുകയാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കുറച്ച് വിഷമമാണ്. ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ ഡിസ്കഷനിൽ. ഓർക്കുന്നുണ്ടോ ഇതിങ്ങനെ പറഞ്ഞതായിട്ട്? എന്ത് ബന്ധമാണെന്ന് പറയാൻ കാരണം ബന്ധങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അല്ലെ? വൈകാരിക പ്രശ്നങ്ങൾ അല്ല, അതിനെന്താണ് കാരണം കൂടിക്കൊണ്ടിരിക്കാൻ? അവസരം ഉണ്ടാകണം. ബന്ധങ്ങൾ നഷ്ടമാവും സാറേ. ബന്ധങ്ങൾ ഇത് തുടക്കത്തിൽ നഷ്ടമായി. ഇപ്പൊ പറഞ്ഞ സാറ് തന്നെയാണ് സജഷൻ ചെയ്തത്. ഇപ്പൊ പറഞ്ഞ സാറ് തന്നെയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, ആ സാറാണ് ഈ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ പറഞ്ഞത് അല്ലേ? പക്ഷെ ഞാൻ സാറിനോട് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ത്, യഥാർത്ഥ കാരണം എന്താണ് സാർ? അതായത് അങ്ങനെ പറയാൻ യഥാർത്ഥമായി ശാസ്ത്രീയമായ ഒരു കാരണം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പറഞ്ഞോളൂ സാർ. സമയം സാർ പറഞ്ഞോളൂ. ഇന്നത്തെ കാലഘട്ടത്തില് ഹണിമൂണോ അതുപോലെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. സമയത്ത് അതെ സമയത്ത് കിട്ടുന്നില്ല. തനിച്ച് അല്ല, സാറ് കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞ വളരെ വളരെ പ്രസക്തമായ പോയിന്റിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതെ, പിന്നീട് കിട്ടില്ലെന്നാണ് സാർ പറയുന്നത്. തുടക്കത്തിൽ കിട്ടുമോ? ആദ്യം കിട്ടുന്നത് ഇല്ലെങ്കിൽ അതാണോ സാറേ? പ്രശ്നങ്ങൾ വരുമല്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ തമ്മിൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാവും എന്നാണ് സാർ പറയുന്നത്. ആദ്യം തന്നെ പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും എന്നാണ് സാർ പറയുന്നത്. ആദ്യം തന്നെ തുറന്ന് സംസാരിച്ച് പരസ്പരം അതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. പിന്നീട് അതിനുണ്ടാവുകയില്ല എന്നായി പറയുന്നത്. അതെ, അതൊക്കെ പിന്നീട് ഉണ്ടായാൽ തന്നെ അതാണ് സാറ് പറഞ്ഞത്. സാറ് പറഞ്ഞ ഇതിനെ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നു. അതാണ് ഏറ്റവും ശരിയായ കാര്യം. മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല്, ഞാൻ മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ ക്ലാസ് ആണല്ലോ എടുക്കുന്നത്. അതിലും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വൈവാഹിക പ്രശ്നം തുടക്കത്തിൽ തന്നെ പരിഹരിക്കുക. ഈ തുടക്കക്കാർക്കാണ് നമ്മൾ മെറിറ്റൽ എൻറിച്ച്മെന്റ് കൊടുക്കാൻ സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേജ് ലൈഫിന്, ജീവിതത്തിന് ഘട്ടങ്ങൾ, ഒരു വൈവാഹിക ജീവിതത്തിന് ഓരോ ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റേ ഘട്ടത്തിൽ തുടങ്ങുന്ന അവസരത്തിലും മെറിറ്റൽ എൻറിച്ച്മെന്റ് ചെയ്യണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സാറ് പറഞ്ഞ ആ കാര്യം, അതായത് തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയണമെന്ന് സാറ് പറഞ്ഞല്ലോ. അതിന്റെ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇപ്പോ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുന്നു, തീരുമാനം എടുക്കുന്നു. അത് തീരുമാനം അവര് തമ്മിലാവാം, അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലാവാം. എന്തായാലും പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് തീരുമാനിക്കണം ഞങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് വെച്ചിട്ട് വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞിട്ടുള്ള തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. ഇതാണ് സാറ് പറഞ്ഞ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. അതിനൊരു കാരണമായിട്ട് ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ പ്രസക്തമായ ഒരു കാരണമുണ്ട്. അതായത് നാം എങ്ങനെയാണ് ഇടപെടുന്നത്, അല്ലെ നമ്മൾ സ്നേഹിക്കുക, ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സംസാരിക്കുകയാണ്, നമ്മൾ പെരുമാറുകയാണ്, അല്ലെ? നമ്മൾ സംസാരിച്ചുകൊണ്ടും പെരുമാറുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പ്രകൃതങ്ങളായിട്ട് അത് ഡെവലപ്പ് ചെയ്യാണ്, പാറ്റേണുകളായിട്ട്. നാം ഒക്കെയും അത്തരത്തിലുള്ള പാറ്റേണുകൾക്ക് അടിമകളാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അതായത് പ്രകൃതം, പെരുമാറ്റ പ്രകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. അതുപോലെ പെരുമാറ്റങ്ങൾക്ക് ഒരർത്ഥമുണ്ട്. നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുന്നു, ഒരാളായിട്ട് പെരുമാറുന്നു. എല്ലാ മനുഷ്യർക്കും ചെയ്യുന്ന കാര്യം അതാണ്. പക്ഷെ അത് പ്രകൃതമായിട്ട് തീരുക, അങ്ങനെയാണ് മനുഷ്യന് സ്വഭാവമായിട്ട്. അവൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് എന്ന് വന്ന് തീരുന്നത് അങ്ങനെയാണ്. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാല്
പെരുമാറ്റ പ്രകൃതങ്ങളാണ് വൈവാഹിക ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പെരുമാറ്റ പ്രകൃതങ്ങൾ ആദ്യമായി കണ്ടെത്തുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആദ്യമായി കണ്ടെത്തുന്നു, സ്ത്രീ പുരുഷനെ ആദ്യമായി കണ്ടെത്തുന്നു. അവര് തമ്മിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോ ഈ പെരുമാറ്റ പ്രകൃതങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് തുടക്കത്തില് ഈ തന്നെ അതിൽ നെഗറ്റിവിറ്റി, ആ പെരുമാറ്റ പ്രകൃതങ്ങളില് ഏതെങ്കിലും ഘട്ടത്തില് നെഗറ്റീവായിട്ട് വന്നു ചേരുമ്പോഴാണ് വൈവാഹിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത് ഒരു ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സാറ് പറഞ്ഞ കാര്യത്തിന്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ മെനക്കെട്ടണം എന്ന് പറയുന്നതിന്റെ മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ വീക്ഷണത്തിലുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം. വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ, അവർ സംസാരിച്ച് പെരുമാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില പ്രകൃതങ്ങൾ, പാറ്റേണുകളായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ഈ പാറ്റേണുകളിൽ എല്ലാം പോസിറ്റീവായിട്ട്, പോസിറ്റീവ് എന്നുള്ളതിന് നമുക്ക് അർത്ഥം അറിയാലോ, രണ്ടു കൂട്ടർക്കും ഗുണപ്പെട്ട രീതിയിലായിട്ട് മാറുകയാണെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതില് ഏതെങ്കിലും ഘട്ടത്തില് എവിടെയെങ്കിലും ഒരു നെഗറ്റീവായിട്ട് അത് പോയി കഴിഞ്ഞാല് അവിടെ പ്രശ്നങ്ങളുടെ തുടക്കമാകും. ഇവിടെ ഇത് തീർന്നില്ല. ഈ നെഗറ്റീവായിട്ട് വ്യതിചലിക്കുമ്പോൾ പെരുമാറ്റ പ്രകൃതങ്ങൾ, പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ, വ്യതിചലിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ തുടക്കത്തിലാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് അതിനുള്ള വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ. ആ വൈദഗ്ധ്യം നേടിക്കൊടുക്കുകയാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ പെരുമാറ്റ പ്രകൃതങ്ങൾ, പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ്, ഇത് ഈ സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ വൈവാഹിക ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. കോൺഫ്ലിക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങൾ അല്ലേ, വഴക്ക് അല്ലെ, ഇതൊക്കെയല്ലേ അവസാനം ഭിന്നതയിലും പിന്നീട് ഡിവോഴ്സിലൊക്കെ ചെന്നെത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രകൃതങ്ങളിലെ നെഗറ്റിവിറ്റി കൊണ്ട്, പ്രകൃതങ്ങളിലെ മോശമായ നിഷേധാത്മകമായ വ്യതിചലനം കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ തത്വം. ഈ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ സാർ, ഓക്കെ, ക്ലിയർ ആണോ സാർ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേ? അതാണ് നേരത്തെ സാറ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അതാണ് ഏറ്റവും നല്ല പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും നല്ല പോയിന്റ് അതാണെന്ന് ഞാൻ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ ഈ പെരുമാറ്റ പ്രകൃതങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ, അല്ലെങ്കിൽ അത് സ്വഭാവമാകുന്നതിന് മുൻപേ അത് കണ്ടെത്തി പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വിവാഹം സ്വർഗമായി തുടരും. ഇനിയിപ്പോ ഏത് ഘട്ടത്തിലും ഈ പെരുമാറ്റ പ്രകൃതങ്ങളിലെ വ്യതിചലനങ്ങൾ, തെറ്റായ വ്യതിചലനങ്ങൾ, നെഗറ്റീവ് ആയിട്ട് മാറുന്ന സ്റ്റേജ്, ആ ഒരു പ്രത്യേക സമയത്താണ് നെഗറ്റീവായിട്ട് പോകുക. നമുക്കിപ്പോ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇപ്പോ വഴക്കിടുന്ന ദമ്പതികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഏത് വഴക്കിടുന്ന ദമ്പതികളായാലും അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണത്. ഇതെല്ലാം ഒരു പാറ്റേൺ ആയിട്ട് നടക്കണത്. അതായത് ഇപ്പോ സത്യത്തില് എന്തെങ്കിലും കാരണം ഇങ്ങനെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞു തുടങ്ങി വെച്ചിട്ട് ഭാര്യയുടെ പ്രതികരണം ഒന്ന്, ഭർത്താവിന്റെ പ്രതികരണം ഒന്ന്. ഇത് നമുക്കറിയാം, ഇത് ഒരിടത്ത് തുടങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരിടത്ത് എൻഡ് ചെയ്യാണ്. അതില് എന്നിട്ട് ചില വ്യതിചലന സ്വഭാവത്തിലുള്ള
ഇത് വന്നിട്ട് അങ്ങനെയാണ് ഈ വഴക്കിന്റെ എല്ലാം നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തില് വ്യതിചലനം നെഗറ്റീവ് ആവുന്നു. ആ നെഗറ്റീവ് ആവുന്നതിന്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇന്ററാക്ഷനുകൾക്കാണ് ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയുന്നത്. നമ്മള് ഇന്ററാക്ഷനുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഇടപെടലുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ പാറ്റേണുകളിലെ, അതിന്റെ പ്രകൃതങ്ങളിലെ ഈ വ്യതിചലനം, ഞാൻ പറഞ്ഞ വ്യതിചലനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? ഓക്കെ സാർ, ഓക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ഡിസ്കഷനിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന പോയിന്റ് അതായിരുന്നു. അതായത് തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുകയാണെങ്കിൽ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഫലപ്രദമാകും. അപ്പൊ അതിന് കാരണം ഇതാണ്. ഈ ഇന്ററാക്ഷണൽ പാറ്റേൺസ് അല്ലെങ്കിൽ പെരുമാറ്റ ഇടപെടൽ പ്രകൃതങ്ങള്, അതിന്റെ വ്യതിചലനം എവിടെ വെച്ചാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള കാരണം പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഈ മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹത്തിൽ ഏർപ്പെടുന്ന തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ വിവാഹം സ്വർഗമാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രക്രിയ, മെറിറ്റൽ എൻറിച്ച്മെന്റ് എന്നുള്ള പ്രക്രിയ തുടങ്ങേണ്ടത് ഏറ്റവും നന്നായിട്ട് വിവാഹം തുടങ്ങിയ ആദ്യകാലങ്ങളിലാണ്. അങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് മനസ്സിലായി, നമ്മൾ അവെയറായി, നമുക്ക് അവബോധം കിട്ടി. ഇങ്ങനെ പോകുന്നതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ പോയില്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിന് ഒരു വ്യതിചലനം മോശമായിട്ട് വരുമ്പോ അതല്ലാതെ വഴി എന്താണ് എന്ന് നമ്മൾ അവെയറായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നപരിഹാരം ഈസിയാണ്. ഇതാണ് മെറിറ്റൽ എൻറിച്ച്മെന്റിന്റെ അടിത്തറ. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇടപെടലുകൾ നമുക്ക് 50% എങ്കിലും ക്ലാസ്സിൽ ഇന്ററാക്ഷൻസ് വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ഇന്ററാക്ഷൻസുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇന്ററാക്ഷണൽ പാറ്റേൺ, അതിലെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ആരെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും? നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്ത വേറെ എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാൻ വിഷമമുള്ളതോ മനസ്സിലാക്കിയതോ ആയിട്ടുള്ള? അതായത് നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാഹ സംതൃപ്തി കുറവ് ഈ പുതിയ തലമുറയ്ക്ക് ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു വിഷയം ഉണ്ടായിരുന്നു, നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ ടാസ്കുകൾ ഇന്നതൊക്കെയാണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ നമ്മൾ ഒരു പുരുഷന് സ്ത്രീ ചെയ്തിരിക്കേണ്ടത്. ആ ടാസ്കുകളെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവാഹ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്യുന്നതെല്ലാം പിശകുകൾ പറ്റിക്കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വേറൊരു കാര്യം പറഞ്ഞു, ഈ മെറിറ്റൽ എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. പറഞ്ഞു തുടക്കത്തില് ആണ് ഏറ്റവും നല്ലത്. തുടക്കത്തിലുള്ള വിവാഹത്തിന്റെ തുടക്കത്തിൽ തന്നെ മെറിറ്റൽ എൻറിച്ച്മെന്റ് എന്ന കൗൺസിലിംഗിൽ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മളത് ബോധവാന്മാരായിട്ട് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോയാലും മതി. അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ കൗൺസിലറിന്റെ സഹായത്തോട് കൂടിയിട്ട് അതും ആവാം. അപ്പൊ ഈ വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, പിന്നെ ദമ്പതികൾക്ക് പ്രശ്നം ഉണ്ടാവുന്ന വേറൊരു ഘട്ടമുണ്ട്. അതായത് വിവാഹം കഴിച്ചിട്ട് ആ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഓരോ സ്റ്റേജുകളുണ്ട്. സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ നേരത്തെ സാറ് പറഞ്ഞല്ലോ ഹണിമൂൺ, ആ ഘട്ടം. അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെയുള്ള ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഘട്ടം കുട്ടികൾ ഉണ്ടാവുന്ന ഒരു ഘട്ടം.
ഇങ്ങനെ പിന്നെ വേറെ താമസിക്കുന്ന ഒരു സ്റ്റേജ്, ഇങ്ങനെയൊക്കെ സ്റ്റേജുകൾ മാറുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നഴ്സറി സ്കൂളിൽ പോകുന്നത്, അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. നഴ്സറി സ്കൂളിൽ പോയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഘട്ടങ്ങൾ ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ മെറിറ്റ് എൻറിച്ച്മെന്റ് എല്ലാ സേവനം ഓക്കെ, സാറിന് റേഞ്ചിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലെ ആദ്യമായി പറഞ്ഞ ആ ഭാഗം നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. സാറ് എത്തുമെന്ന് തോന്നുന്നു വീട്ടില്. പെരുമാറ്റ പ്രകൃതങ്ങളെ കുറിച്ച് ഇങ്ങനെ സാറ് കൃത്യമായിട്ട് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാല് വിവാഹം കഴിക്കാൻ റെഡിയായി അല്ലെങ്കിൽ വിവാഹത്തിന് തൊട്ടടുത്ത നാളുകളില് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടറിന് പകരം ചില ക്രിയേറ്റഡ് ആയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പൊതുവെ അല്ലെങ്കിൽ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിലുള്ള രീതികൾ മാറ്റി ഒരു പുതു വരനെയോ അല്ലെങ്കിൽ പുതു വധുവിനെയോ സ്വീകരിക്കുന്നതിന് വേണ്ടി എപ്പോഴും സ്വല്പം ആർട്ടിഫിഷ്യൽ ആയിട്ടോ സ്വല്പം സൂപ്പർഫിഷ്യൽ ആയിട്ടോ ഒക്കെ ഉള്ള ചില സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടായിരിക്കും ആദ്യമായിട്ട് ആ ഒരു രീതിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഒരു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിലുള്ള ബിഹേവിയറിലേക്ക്, നമ്മുടെ തനതായിട്ടുള്ള ബിഹേവിയറിലേക്ക് മാറുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ ഒരു തുടക്കമായിട്ട് വരുന്നത്. ആദ്യമേ കാണുമ്പം ഓക്കെ, അല്ലെങ്കിൽ ആ തൊട്ടടുത്ത നാളുകളിലൊക്കെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മെയ്ഡ് ഫോർ ഈച്ചർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും അതിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ സ്വല്പ കാലത്തിനുള്ളിൽ തന്നെ തനി നിറം അല്ലെങ്കിൽ യഥാർത്ഥ സ്വഭാവം കാണിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ക്യാരക്ടർ വരും. അപ്പം അവിടെയാണ് സത്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ഈ മനുഷ്യൻ ഞാൻ ഉദ്ദേശിച്ച പോലെ ആളല്ലല്ലോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഞാൻ ഉദ്ദേശിച്ച പോലെ ആളല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ചിന്തകളിലേക്ക് കടന്നു പോകും. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും പിന്നെ വരുന്നതെല്ലാം ഭയങ്കര സംഘടനത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ സാഹചര്യങ്ങളായിരിക്കും. കാരണം ഒരു പ്രോബ്ലം കണ്ടെത്തി അതിന്റെ കൂടെ അടുത്ത് കണ്ടെത്തി അങ്ങനെ പുതിയ സ്വഭാവ പെരുമാറ്റ വൈകൃതങ്ങളായി മാറും അല്ലെ. പെരുമാറ്റ ഗുണങ്ങൾക്ക് പകരം അത് പലപ്പോഴും വൈകൃതങ്ങളാണ്. അത് പല രീതികളിലോ, വ്യക്തികളുമായിട്ട് പെരുമാറുന്ന രീതിയിലോ ആശയവിനിമയം നടത്തുന്നതിലൊക്കെ. അപ്പൊ ഈ ഇന്ററാക്ഷൻസ് ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവിടെ ചില ക്രിയേറ്റിവിറ്റികൾ നടത്തുന്നു. ആ ക്രിയേറ്റിവിറ്റികൾ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി ഒറിജിനൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ വരുമ്പോൾ തന്നെ ആ ഒറിജിനലുള്ള ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. കാരണം ഇത് പലപ്പോഴും പണത്തിന്റെയും പല തരത്തിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കും വിവാഹത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാതെ അതിനെ മറ്റൊരു രീതിയിലായിരിക്കും അതിനെ കാണിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. അപ്പൊ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു സ്വല്പ നേരം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. റോയ് സാർ ഒന്ന് പറയാം. വിജയരാമൻ സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, ഈ ഇടപെടലുകളുടെ നമ്മുടെയൊക്കെ സാഹചര്യങ്ങളനുസരിച്ച് സ്ത്രീകള് പുരുഷനോടൊപ്പമാണ് പോകുന്നത്. അപ്പൊ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വന്ന ആ സ്ത്രീയുടെ മനസ്സിൽ ഈ മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാം, ഇദ്ദേഹത്തിനോടുകൂടി എൻ്റെ ജീവിതം സുരക്ഷിതം ആണ് എന്ന് ധരിച്ചിരിക്കും. അതിനൊപ്പം തന്നെ അവരിൽ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സ്നേഹം എനിക്ക് മാത്രമായിരിക്കണം, മറ്റൊരാൾക്കും പാടില്ല. അപ്പോ ചില ഇൻസിഡന്റ് വരുമ്പോൾ, അതാണ് ഇടപെടലുകളിലും പെരുമാറ്റത്തിന്റെ കാര്യം പറയുന്നത്, എന്നോടുള്ളതേക്കാളും കൂടുതൽ സ്നേഹം അദ്ദേഹത്തിന്റെ അമ്മയോടാണോ എന്നൊരു സംശയം തോന്നുന്ന സാഹചര്യമുണ്ട്. സംശയത്തോടെ കൂടി നോക്കിയാൽ കാണുന്നതല്ല അതായിരിക്കും. ഇത് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് തുടങ്ങുന്ന സംഭവം എൻ്റെ അനുഭവത്തിൽ പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇടപെടലുകളില് സാറ് പറഞ്ഞതുപോലെ ഒരു ചേഞ്ച് വരണം സ്വഭാവത്തിൽ. എൻ്റെ എല്ലാം ഇവളാണ് എന്നും എൻ്റെ എല്ലാം ഇദ്ദേഹമാണെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും
ഇദ്ദേഹമാണ് എൻ്റെ സ്നേഹം വേറെ ആർക്കും വേണ്ട, എനിക്ക് മാത്രം കിട്ടണം, അത് കഴിഞ്ഞിട്ട് വളരെ ബാക്കിയോട് കൊടുക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനൊരു ഭംഗം വന്നാൽ, ആദ്യമായി വന്നാൽ, അത് പിന്നെ സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ തുടങ്ങും. അപ്പോൾ വിഷയങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ പുതിയ ജനറേഷനില് ഹൈലി പൊസസീവ് ആണ് നേച്ചർ, ഹൈലി പൊസസീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് പറയും സാർ പറഞ്ഞത് ഞാനൊരു വേറെ ഒരു രീതിയിൽ പറയട്ടെ. വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് സാറ് വീണ്ടും നടത്തിയത്. അപ്പൊ ഞാൻ പറയട്ടെ സാറേ, വിവാഹത്തിന്റെ ടാസ്കുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത് നമ്മൾ പറഞ്ഞു ആരോഗ്യകരമായ സെപ്പറേഷൻ ആണ് ആദ്യത്തെ ടാസ്ക് വരുന്നത്. അതായത് ആരോഗ്യകരമായ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ മൂല കുടുംബങ്ങളുണ്ട്. ഭാര്യയുടെ കുടുംബമുണ്ട്, ഭർത്താവിന്റെ കുടുംബമുണ്ട്. ഈ മൂല കുടുംബങ്ങൾ നിന്ന് വേർപെട്ടിട്ട് പുതിയൊരു കുടുംബം ഉണ്ടാക്കുകയാണ് വിവാഹം എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മള് ഭാര്യ ഒരു കുടുംബത്തിലാണുള്ളത്, ഭർത്താവ് വേറൊരു കുടുംബത്തിലാണ്. ഭാര്യയുടെ മുൻപത്തെ കുടുംബത്തിനെ മൂലകുടുംബം എന്ന് വിളിക്കുന്നു, ഭർത്താവിന്റെ മുൻപത്തെ കുടുംബത്തെ മൂലകുടുംബം എന്ന് വിളിക്കുന്നു. ഈ മൂലകുടുംബങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മള് വേറെ ഒരു പുതിയ കുടുംബം ഉണ്ടാക്കുന്ന പ്രക്രിയക്കാണ് വിവാഹം എന്ന് പറയുന്നത്. അതാണല്ലോ ശരി അല്ലേ? അങ്ങനെ വരുമ്പോ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ട്. അതാണ് സാറ് സൂചിപ്പിച്ചത്. ഈ സെപ്പറേഷൻ ആരോഗ്യകരമായി വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ ടാസ്ക് ഇതാണ്. അതായത് അവര് ഈ സെപ്പറേഷനെതിരായിട്ട് എങ്ങനെ വളരെ പലതും ശ്രദ്ധിക്കാറുണ്ട്. സ്ത്രീയെ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോ ഈ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. ഈ അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും അധികം പ്രശ്നങ്ങളായിട്ട് ദമ്പതികള് ഉണ്ടാവുക. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ സ്നേഹം മറ്റൊരാൾക്ക് പങ്കുവെക്കുക എന്നൊക്കെ പറഞ്ഞ് ഇടപെടൽ അവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ സെപ്പറേഷൻ ആരോഗ്യകരമല്ല. ആദ്യത്തെ ടാസ്ക്, വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ ടാസ്ക് ആരോഗ്യകരമായ സെപ്പറേഷനാണ്. മൂല കുടുംബങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കുടുംബമാകാൻ കഴിഞ്ഞാലേ വിവാഹമാവുള്ളൂ എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. അത് നമ്മൾ അംഗീകരിക്കണം. മൂല കുടുംബങ്ങളെ ആൾക്കാരും അംഗീകരിക്കണം. അതായത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വിടണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ സാറേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് സാർ. ആ രണ്ട് പാരമ്പര്യം അല്ലെങ്കിൽ രണ്ട് മൂല പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടും കൂടെ യുണൈറ്റ് ചെയ്ത് ഒരാളായി മാറാനുള്ള ചില തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് വരുന്ന മിസ്റ്റേക്കുകളായിട്ട് വരുന്നത്. റോയ് സാർ പറഞ്ഞു. വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്ന രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടി ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങുകയാണ്, പുതിയ ഫാമിലി. ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? ഈ കോൺട്രിബ്യൂഷനില് ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വിഷയമാണിത്. എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടെങ്കിൽ പറയൂ. ആർക്കെങ്കിലും? ജോർജ് സാർ പറയൂ. താങ്ക് യു സാർ. വിജയരാം സാർ, തുടർച്ചയും നന്നായിരുന്നു. പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ? താങ്ക് യു സാർ. തുടർച്ച നന്നായിരിക്കുന്നു. തുടക്കത്തില് സാറിനുണ്ടായ ബുദ്ധിമുട്ട് മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ, എന്നാലും കുഴപ്പമില്ല സാറേ. ഇത് ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ 30, 40, 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചെറുപ്പക്കാരാ. പക്ഷെ കുറച്ചുകൂടെ യഥാർത്ഥത്തിലുള്ള ചെറുപ്പക്കാര് ഇത് കേൾക്കാനിട വരുന്നില്ല എന്നുള്ളത് ഒരു ദുര്യോഗമാണ്. കല്യാണത്തിന് തൊട്ട് മുമ്പേ ഇത്തരക്കാർ ഇത് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അടുത്ത ഘട്ടം
കല്യാണം, മക്കളുടെ കല്യാണം അടുത്തു വരുന്നു എന്ന് പറയുന്ന ആ സ്റ്റേജിലുള്ള പേരൻസ് ഇത് കേട്ടാലും വളരെ ഗുണകരമായിരുന്നു. ആ രണ്ട് ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതിനകത്തുണ്ടെന്ന് കരുതാനാവില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയൊന്ന് കേൾക്കാനിടവന്ന ഒരു കരുതലോട് കൂടിയിരിക്കാം. വിളിച്ചു ഉപദേശിക്കാമെന്ന് പറഞ്ഞാൽ ഇവരാരും ചെവിക്കൊള്ളൂന്ന് കരുതാനില്ല. ഇങ്ങനെയൊക്കെ ഒരു കരുതൽ വേണം കേട്ടോ. അന്ന് പറ്റുന്ന കാര്യമല്ല. മറിച്ച് അവസരം കിട്ടിയാൽ അത് തക്ക സമയത്ത് ഉപയോഗിക്കാനുള്ള നല്ല ചൂണ്ടുവലകൾ സാർ ഒത്തിരി തന്നു. ഇത് തുടക്കം എവിടെ എന്ന് ചോദിച്ചാൽ അണ്ടിയോ മാവോ മൂത്തത് എന്നതുപോലെ പേരൻസിന്റെ കയ്യിലുണ്ട് പ്രശ്നം, മക്കളുടെ കയ്യിലുണ്ട് പ്രശ്നം. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ജീവിക്കാൻ പഠിപ്പിച്ച കെയർ ഗീവേഴ്സ് എല്ലാവരും ഇതിനകത്ത് പങ്കാളിയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളേ അല്ല. കാരണം ഓരോരുത്തരും ആ സെപ്പറേറ്റ് ട്രേറ്റ് ഫോം ചെയ്യുന്ന ആ ഒരു കാലഘട്ടം, അതിനകത്ത് പങ്കാളികളായവരൊക്കെ ഇതിനകത്ത് കൂട്ടുത്തരവാദികളാണല്ലോ. അപ്പോ എല്ലാം കൂടിയുള്ള എന്താ പറയണേ, ആ റോ മെറ്റീരിയൽസ് എല്ലാം കൂടി വരുന്ന ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഈ വിധത്തിൽ ലക്ഷണങ്ങളോടുകൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോ തിരുത്താൻ പറ്റുന്നിടത്തൊക്കെ തിരുത്താൻ ആവുന്നവർക്ക് തിരുത്താൻ എല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ലോകം പുലരാൻ ഇടവരട്ടെ ആശംസിക്കുന്നു. സാറ് നല്ലൊരു വെളിച്ചം, ഒരു തീപ്പന്തം ഉയർത്തി കാണിച്ചിരിക്കുന്നു. ഈ വെളിച്ചം കണ്ടോ, ഇവിടെ കല്ലിൽ തട്ടണ്ട, അപകടം പറ്റാതെ ഇവിടെ കടന്നു പോകാനുള്ള ഒരു വെളിച്ചം. താങ്ക് യു സോ മച്ച്. ജോർജ് സാർ, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ ഇത് കേൾക്കുന്നില്ല എന്നുള്ള പരാതി നമുക്ക് ഇതുണ്ട്, യൂട്യൂബ് വീഡിയോ ഉണ്ട്, അവർ കാണുമായിരിക്കും അത്. അപ്പോ അങ്ങനെ അവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ നമ്മള് ചെറുപ്പക്കാരാണെന്നാണ് സാറ് പറഞ്ഞത്, അതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതുതലമുറയെ നമുക്ക് കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവര് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ വൈവാഹിക പ്രശ്നത്തിന്റെ തുടക്കത്തിനുള്ള സൂചകങ്ങൾ എങ്ങനെ ലഭിക്കും എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ ഒരു സംവിധാനം മെരിറ്റൽ എൻറിച്ച്മെന്റിലുണ്ട്. അതപ്പോ അത് നമുക്ക് അവബോധം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മനസ്സിലാക്കിയിരുന്നു, നമ്മുടെ മുന്നിൽ കാണുന്ന ദമ്പതികൾക്ക് ഇതെങ്ങനെ പോയാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. അപ്പൊ അത്രയധികം സ്കോപ്പുള്ള ഒരു വിഷയമാണ് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് എന്നുള്ളത്. അപ്പോ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ വിശാലമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, തീർച്ചയായും ജോർജ് സാർ പറഞ്ഞ ഒരു പോയിന്റും കൂടെ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് ആഡ് ചെയ്യാം. ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന ആ ഒരു വിഷയം പോലെ തന്നെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ ഇന്റർവെൻഷൻസ് വളരെ കൂടുതലാണ്. മാതാപിതാക്കളുടെ ഇന്റർവെൻഷൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ പറയുന്ന രണ്ട് മൂല കുടുംബത്തിൽ നിന്ന് വന്ന പുതിയൊരു കുടുംബം തയ്യാറാക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൽഫ് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോയിട്ട് ഈ പല കോണുകളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ കൊണ്ട് സത്യം പറഞ്ഞാൽ അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. റിയാലിറ്റിയിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾ പോലും ചെയ്യാൻ സമ്മതിക്കാതെ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയ പറഞ്ഞ ഈ ഉപദേശത്തിന്റെ ഒരു വലിയ കുത്തൊഴുക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് സ്വതസിദ്ധമായി ഒരു തെറ്റ് പറ്റിയിട്ട് ആ തെറ്റിൽ നിന്ന് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ അകത്തു നിന്നുള്ള തിരുത്താനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. അതല്ലാതെ തന്നെ പല ഉപദേശങ്ങളിലൂടെ ഉഴന്നു പോകുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനോ അതിനൊന്ന് കോംപ്രമൈസ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു അവസരം പോലും സത്യത്തിൽ ഈ മാതാപിതാക്കൾ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടം. ഒരുപക്ഷെ പണ്ട് കാലഘട്ടങ്ങളിൽ അവർക്ക് ചേട്ടനും ചേച്ചിയും സഹോദരങ്ങളും ഒക്കെ ചെയ്ത് കണ്ട് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇല്ലെങ്കിൽ പേടി കൊണ്ട് മിണ്ടാതിരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിപ്പോ അതൊന്നുമില്ല. പറയാനുള്ള ആ പവർ അല്ലെ, ഒരു സെൽഫ് എസ്റ്റീമിന്റെ പവർ വളരെ കൂടുകയും
എന്നാൽ അത് പ്രയോഗിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാകുകയും ചെയ്യുന്നു എന്നുള്ളതും ഒരു വലിയ പോയിന്റാണ്. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് വെക്കാം എന്ന് തോന്നുന്നു ജോർജ് സാർ പറഞ്ഞതിൽ നിന്ന്. വിജയരാമൻ സാർ കേൾക്കാമോ? സാറിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ജോസ് സാർ, ജോസ് സൈമൺ സാർ, അതുപോലെ തന്നെ പരമേശ്വരൻ സാർ, കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാം? സാർ ശോഭന കറക്റ്റ് ആണ്. വളരെ ഇതാണ് ഇത് സംഭവിക്കുന്നത്. നമ്മള് ഇങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കണ്ട സാറേ. നമുക്ക് എടുക്കാൻ നെഗറ്റീവായിട്ട് എടുക്കുമല്ല, കാരണം അവരവർക്ക് ചെയ്യാനുള്ള ഒരു അവസരം പലപ്പോഴും കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തി കളയാണ് നമ്മളുടെ ഈ അതിശക്തമായ ഉപദേശത്തിന്റെ പറഞ്ഞോളാം. ഞാൻ ഏകദേശം വീട്ടിലെത്തി. സാർ റെഡി ആയിക്കോട്ടെ. ഞാൻ ജോസ് സാറിലേക്ക് ഒന്ന് പോകാം. ജോസ് സാർ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ജോസ് സാർ അൺമ്യൂട്ട് ചെയ്യൂ. ജോസ് സാർ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ സാർ. ജോസ് സാർ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആവുന്നില്ലേ? പറയും. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ആ ഡ്രിഫ്റ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് അവർ തമ്മിലുള്ള അകൽച്ച കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എത്രയും നേരത്തെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇനീഷ്യൽ തന്നെ പരിഹരിച്ചാൽ അവർ തമ്മിൽ ഇല്ലായിട്ടുള്ള ഒരു ഓറ അവർ തമ്മിൽ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. നെഗറ്റീവ് ഓറ എപ്പോഴും കാണുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നതിലേക്ക് അവർ നയിക്കപ്പെടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. പിന്നെ വീട്ടിലുണ്ടാവുന്ന ഒരു കനമുള്ള അന്തരീക്ഷമായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ? ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വേറെ പരമേശ്വരൻ അല്ല, ഇതിന്റെ ഇടയ്ക്ക് കുട്ടികളും ഉണ്ടാവും. അതാണ് അതിന്റെ ഇത് കുട്ടികളുണ്ടാകാനായിട്ട് തടസ്സമാകുന്നില്ല. അവരുടെ ആ ബിഹേവിയറും അകൽച്ചയും ഒക്കെ അവിടെയാണ് പിന്നെയും അതിനെ അടുത്ത ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ ഈ കൗൺസിലേഴ്സിന്റെ അടുത്ത് അവരെ എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ കൗൺസിലേഴ്സിന്റെ അടുത്ത് ആരും പോകത്തില്ലല്ലോ. 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ പോകുന്നത്. പക്ഷെ ഫസ്റ്റിൽ തന്നെ ഈ പേരൻസ് കൗൺസിലേഴ്സിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. താങ്ക് യു സർ. തീർച്ചയായും സാർ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ജോസാർ ആദ്യം പറഞ്ഞു ഓൾഡ് ജെന്നാന്ന് പറഞ്ഞു. അതുകൊണ്ട് പറയാനായിട്ട് ഞാനിങ്ങനെ ഓർത്തേ. ജോയ്സാറിന് എന്നെയൊക്കെ കണ്ടപ്പോ മനസ്സിലായില്ല ഈ ബാച്ച് ചെറുപ്പക്കാരുടേതാണെന്ന് ജോസാറിനോട് ചോദിക്കാന്ന് ഓർത്തു. പക്ഷെ ആള് പോയി കഴിഞ്ഞു. പോയോ? അതെയോ? ഉണ്ടല്ലോ. മതി. അപ്പൊ ഇത് വളരെ യങ്സ്റ്റേഴ്സിന്റെ ഗ്രൂപ്പാണ് കേട്ടോ. താങ്ക് യു. ഈ ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 5 തരത്തിലുള്ള സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ആദ്യത്തെ ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയും, പിന്നെ ഡിസെൻഗാജ്മെന്റ് സ്റ്റേജ് എന്ന് പറയും, പിന്നെ മെച്യൂരിറ്റി, റിയാലിറ്റി, ഫൈനൽ വരുന്നതാണ് ഗോൾഡൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ വളരെ ശ്രദ്ധയോടെ മിണ്ടാതെയൊക്കെ ഇരുന്ന് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് പകരം ഈ പറയുന്ന വടിയൊക്കെ എടുക്കുന്ന ഒരു സ്വഭാവം ഇപ്പം പലപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് പ്രശ്നമുണ്ട്. വിജയരാമൻ സാർ വീട്ടിലെത്തിയോ? അൺമ്യൂട്ട് ചെയ്തു സാർ. വിജയരാമൻ സാർ അൺമ്യൂട്ട് ചെയ്ത. ഗോകുമാർ സാർ പറഞ്ഞോളൂ. ഗോകുമാർ സാറുണ്ട്, ഗിരിജ മാമുണ്ട്, ശോഭന മാമുണ്ട്. പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് കേൾക്കാം, പറഞ്ഞോളൂ. കുമാർ സാർ പറയുന്നത് കേൾക്കാം, പറഞ്ഞോളൂ. വിജയരാമൻ സാർ എത്തി അല്ലേ? ഓക്കെ, വീട്ടിലെത്തിപ്പോ. ഇനി സാർ കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മളിപ്പോ സംസാരിച്ചെന്നുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഞാനിപ്പോഴും മൊബൈലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി ഉണ്ടല്ലോ ഒരുവിധം അല്ലേ? ക്ലിയർ ആയി സാർ. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോ നല്ല കോൺട്രിബ്യൂഷൻ ആണ് നമ്മള് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉള്ളത്.
കാരണം ഈ വിഷയത്തിന്റെ ഗുണം കൊണ്ട് തന്നെ ആയിരിക്കും അത്. ഇപ്പൊ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മൂല കുടുംബങ്ങളിലെ ആൾക്കാരുടെ ഇടപെടലുകൾ അതിലാണല്ലോ എന്ന് പറഞ്ഞല്ലേ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്വതന്ത്രമായിട്ട് വിടാത്ത ഒരവസ്ഥ അല്ലെ. അതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. അങ്ങനെയല്ലേ ഉണ്ടായത്? അതെ 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 സർ. അതെ അതെ അതെ. അപ്പോ അത് ആണ് പൊതുവെ ഉള്ള കാര്യങ്ങള്. ഇതിന് എന്താണ് ഒരു പ്രതിവിധി എന്ന് ചോദിക്കുമ്പോ ചില പ്രസക്തമായ ചോദ്യങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരും. അതായത് പുതുതായിട്ടുള്ള ഞങ്ങൾ അത്രയധികം വളർത്തി വലുതാക്കി വെക്കുക എന്റെ മോളാണ് അല്ലെ, ഞങ്ങളുടെ എന്റെ മോളാണ് അല്ലെ, എന്റെ മോളാണ് എന്റെ മോളാണ്. അങ്ങനെ അവര് അതുപോലെ തന്നെ മോനും മറ്റേ മൂല കുടുംബത്തിലെ സംസാരങ്ങൾ അങ്ങനെയാണല്ലോ വരിക. അപ്പൊ അവരൊരു പുതിയ സാഹചര്യത്തിൽ വരുമ്പോ ഞങ്ങളല്ലേ പിന്തുണയ്ക്കാനുള്ളത്. ഇപ്പോ പഴയ തരത്തില് രണ്ട് തരത്തിലുള്ള വിവാഹത്തെ കുറിച്ചിട്ട് രണ്ട് തരത്തിലുള്ള ഇതുണ്ട്, സമീപനങ്ങളുണ്ട്, വീക്ഷണങ്ങളുണ്ട്. പരമ്പരാഗത വീക്ഷണം എന്ന് പറയുമ്പോ എന്തായിരിക്കും? പരമ്പരാഗത വീക്ഷണത്തിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്റ്റാറ്റസ് അല്ലെ, കുടുംബത്തിന്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കൽ അല്ലെ, പരമ്പരാഗത വീക്ഷണം അല്ലേ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്. സോഷ്യൽ സ്റ്റാറ്റസിൽ സെക്യൂരിറ്റിയിൽ നേടുന്ന വളർച്ചയാണ് വിവാഹം എന്നാണ് പരമ്പരാഗതമായിട്ട് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക അല്ലെ, അങ്ങനെയല്ലേ. എന്റെയും അച്ഛനും അമ്മയും ചിന്തിക്കണം ഇങ്ങനെയാണ്, എന്റെ കാലശേഷം എന്റെ മോള് നല്ല സംരക്ഷണയുള്ള ഒരു സ്ഥലത്ത് എത്തണം അല്ലെ. അങ്ങനെ നല്ല കുടുംബം നോക്കി നല്ല പയ്യന് നല്ല ഇതിന്റെ പോറ്റാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സ്വഭാവം നല്ലതാണ് അല്ലെ. ഇതൊക്കെ നോക്കുക എന്നതാണ് പരമ്പരാഗത വീക്ഷണം അല്ലെ. അതിനോടൊപ്പം അതൊരു സെക്യൂരിറ്റി എന്നുള്ളത്. പിന്നെ വേറെന്താ നോക്കുന്നേ? എന്താണ് സാബു സാറേ, ഞാൻ ആപ്പൂക്ക അല്ലെ, അതിപുരാതന കത്തോലിക്കൻ അല്ലെ, ഞാനാണെങ്കിൽ ആപ്പൂക്ക അല്ലെ, ഇങ്ങനെ സമുദായം അല്ലെ, സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെ, സാമൂഹ്യമായ സ്റ്റാറ്റസ് നിലനിർത്തുക, സാമൂഹ്യമായ സ്റ്റാറ്റസ് നിലനിർത്തുക, അതിനോടൊപ്പം സംരക്ഷണം സ്ത്രീക്കും പുരുഷനും അല്ലെ. പുരുഷന്റെ ആൾക്കാരും അങ്ങനെയൊക്കെ ചിന്തിക്കും, നല്ല കുടുംബത്തിൽ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന് ഗതി പിടിക്കും, അല്ലെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പോകയാവും. അപ്പൊ ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് പരമ്പരാഗതമായിട്ട് നമ്മൾ നോക്കി വന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ അവസ്ഥയില് അതിന് വളരെ വ്യത്യസ്തമായൊരു വീക്ഷണമാണ് യുവതി യുവാക്കൾക്കുള്ളത്. എഗ്രി ചെയ്യുന്നു എന്നോട്? അതെന്താണ് ആധുനിക വീക്ഷണത്തില്? അതാണ് അച്ഛനും അമ്മമാരും വിവാഹം കഴിക്കുന്ന പുതു തലമുറകളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വീക്ഷണത്തിൽ തയ്യാറാണ്. ഇപ്പൊ പുതു തലമുറയ്ക്ക് മാധ്യമങ്ങള്, നവമാധ്യമങ്ങളുണ്ട്. അവർക്ക് എല്ലാ രാജ്യത്തിലെയും വ്യവസ്ഥകളെ കുറിച്ച് നല്ല ഓപ്പൺ ആണ് അവർക്ക്. പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനുള്ള സൗകര്യങ്ങൾ കിട്ടും. ഇങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് പല കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി അല്ലെ, ലിംഗഭേദത്തിലെ തുല്യത. സ്ത്രീ അല്ലെ, പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കുന്നില്ലല്ലോ. രണ്ടുപേരും കൂടിയല്ലോ വിവാഹം അല്ലെ. പുരുഷൻ സ്ത്രീ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു വരികയാണ്. ഇവന്റെ രണ്ടുപേർക്കും ജോലി ചെയ്യുന്നു, പുരുഷനും സ്ത്രീയും ജോലി ചെയ്യുന്നു, അങ്ങനത്തെ അവസ്ഥയില്. അപ്പൊ ഈ പരമ്പരാഗത വീക്ഷണം ഏകദേശം ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പണ്ടത്തെ ഈ സാമൂഹ്യ സ്റ്റാറ്റസ് അല്ലെ, കുടുംബത്തിന്റെ സാമൂഹ്യ സ്റ്റാറ്റസ് നിലനിർത്തുക, അതുപോലെ തന്നെ സംരക്ഷണം ഉറപ്പുവരുത്തുക, ഈ രണ്ട് കാര്യമല്ല ഇപ്പൊ ആൾക്കാർ ചിന്തിക്കുന്ന, യുവതി യുവാക്കൾ ചിന്തിക്കുന്നത്. എന്നാലോ എന്താണ് അവര് ചിന്തിക്കുന്നത്? വ്യക്തിപരമായിട്ടും വൈവാഹികമായിട്ടും എങ്ങനെ വളരാൻ കഴിയും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോ അത് ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ വ്യക്തിപരമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവാഹികമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അങ്ങനെ ചിന്തിച്ചു വരികയാണെങ്കിൽ അവര് നൽകുന്ന മൂല്യങ്ങൾ അല്ലെ, മൂല്യങ്ങൾ എന്നല്ല ഇതിനൊക്കെ പറയാം അല്ലെ. ഈ മൂല്യങ്ങൾ ഇതൊക്കെയാണ് ഈ സൗഹൃദത്തിന്റെ ഗുണമേന്മ കൂടുന്നു. അതായത് ഇപ്പോ മാറി നിൽക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിലാണല്ലോ വിവാഹം നമ്മൾ പ്രത്യേകമായിട്ട് കണക്കാക്കുന്നത്.
അവർക്കുള്ള സൗഹൃദത്തിന് ഒരു പരിധിയുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സൗഹൃദം കൂടും അവർക്ക്. അവർ തമ്മിൽ അടുപ്പല്ലേ, അടുപ്പത്തിനല്ലേ സൗഹൃദം എന്ന് പറയുന്നത്, അടുപ്പമുള്ള സ്നേഹത്തിനല്ലേ നമ്മൾ സൗഹൃദം എന്ന് പറയുന്നത്. അപ്പോ സൗഹൃദത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് വർദ്ധിപ്പിക്കുക എന്നതാണ് പുതുതലമുറ ലക്ഷ്യം. പണ്ടത്തെ വിവാഹത്തിന്റെ ലക്ഷ്യം മാറിയേ. പണ്ടത്തെ സ്റ്റാറ്റസ് ഉണ്ടാക്കുക, സംരക്ഷണം ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ തലമുറ അല്ലെങ്കിൽ അതിന്റെ മുൻ തലമുറക്കും ഉള്ള വിവാഹത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. ഇന്നത്തെ ലക്ഷ്യം ഈ ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് വർദ്ധിപ്പിക്കുക. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വ്യക്തിപരമായ വൈവാഹികമായിട്ടുള്ള വളർച്ച സാധ്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വ്യക്തിപരം വൈവാഹികമായുള്ള വളർച്ച എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നവമാധ്യമങ്ങളിലും മറ്റൊക്കെ ആയിട്ട് ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഓപ്പണപ്പാണ് യുവതിയുവാക്കൾക്ക്. അതുകൊണ്ട് അവർക്ക് ഇന്റിമസി, ഇല്ലേ, ഉറ്റ സൗഹൃദം, ഇന്റിമസി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അതാണ് ഏറ്റവും അധികം വേണ്ടത് വൈവാഹിക ജീവിതത്തിൽ. അതിന് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്, ഓരോ മനുഷ്യർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അപ്പോ ഇന്റിമസി ഉണ്ടാവണം, ഉണ്ടായേ തീരൂ എന്നുള്ള ചില നിബന്ധന. ഇതൊക്കെയാണ് പുതിയ തലമുറ ലക്ഷ്യം. ഒന്നെന്താ? ഉറ്റ സൗഹൃദം, ഇന്റിമസി. പിന്നെന്താ? മെരിറ്റൽ ഹാപ്പിനെസ്, വൈവാഹിക സന്തോഷം. ഇന്നത്തെ തലമുറ കോൺജുഗൽ റിലേഷൻഷിപ്പിനാണ്, ഫൈലിയൽ റിലേഷൻഷിപ്പ്. എന്താ ഈ കോൺജുഗൽ റിലേഷൻഷിപ്പ് ഫൈലിയൽ റിലേഷൻ തമ്മിൽ വ്യത്യാസം? കോൺജുഗൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഫൈലിയൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാതാപിതൃ പുത്രപുത്രി ബന്ധമാണ്. അച്ഛൻ മോൻ അല്ലെങ്കിൽ അമ്മ മോൾ, അച്ഛനും അമ്മയും മോൾ, അച്ഛനും അമ്മയും മോനും തമ്മിലുള്ള ബന്ധം. ഇതിനാണ് ഫൈലിയൽ റിലേഷൻഷിപ്പ്. ഈ ഫൈലിയൽ റിലേഷൻഷിപ്പിന് നല്ല പുതിയ തലമുറ എന്തെങ്കിലും കൂടുതൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഈ ഭാര്യാഭർത്തൃ വൈവാഹിക ജീവിതത്തിലെ സന്തോഷം, ഇത് ഇപ്പൊ പ്രധാനമാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പെണ്ണാണെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്തേ വെക്കും, അല്ലെ? പെണ്ണാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയായിരുന്നു മുൻപത്തെ കാര്യങ്ങൾ. അപ്പൊ ഈ മെരിറ്റൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവിടെ പുരുഷന് മാത്രമാണ്. ഇവിടെ ആകുമ്പോ ഇവിടെ അങ്ങനെയല്ല, അപ്പൊ മാറിക്കഴിഞ്ഞു ലോകം. അതുപോലെ തന്നെ വേറെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ദമ്പതിമാര്. അങ്ങനെ എന്നെ ഭാര്യ എന്ന് പറഞ്ഞെന്താ? ഭരിക്കപ്പെടേണ്ടവളാണ്, പഴയ കൺസെപ്റ്റ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അങ്ങനെ ഒരിക്കലും ആരും അനുവദിക്കാൻ പോകുന്നില്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന മൂല്യത്തിനും പുതുതലമുറ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനീഷ്യേറ്റീവ്. പണ്ട് എങ്ങനെയായിരുന്നു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നത്? പുരുഷൻ മാത്രമേ ഇനീഷ്യേറ്റീവ് ചെയ്യുള്ളൂ, സ്ത്രീ ഇനീഷ്യേറ്റീവ് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളെന്താ? മോശം സ്വഭാവക്കാരിയാണ് എന്നാണ് പണ്ടത്തെ നിലപാട്. ഇന്ന് ഇനീഷ്യേറ്റീവിന്റെ രണ്ട് ഭാഗത്തു നിന്നും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന കുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ. അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ സെൽഫ് ഡിറ്റർമിനേഷൻ, സ്വയം അറിയാമല്ലോ, സ്വയം ഒരു തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ, തീരുമാനം എടുക്കുന്നതിലും ഒരു പങ്കാളിത്തം പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഇപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ആക്കാം. ഇന്നിപ്പോ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ നിൽക്കട്ടെ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡിസ്കഷൻസ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ജോസ് സാറ് പറയൂ. ഇല്ല, പ്രത്യേകിച്ച് ഇല്ല. ഞാൻ പിന്നെ കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പുതുതായിട്ട് കേട്ടതല്ലേ, ജസ്റ്റ് ഐ വാസ് ശ്രദ്ധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി പ്രത്യേകിച്ച് അതിനെ പറ്റി പറയാനുള്ള ഇല്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, തീർച്ചയായും ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്ന് സാർ സ്വല്പം തിരക്കിലായി പോയത് കൊണ്ടാണ് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത്. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഈ സെക്കൻഡ് ടോപ്പിക്കായിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതിലൊരു ഡിസ്കഷൻ പോലെ ആയിപ്പോയി എന്ന് മാത്രം, കുഴപ്പമില്ല. ഓക്കെ, ദെൻ വേറെ ആർക്കെങ്കിലും? എനിബഡി എൽസ്? റോയ് സാർ. സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ, എനിക്കൊരു കോൾ വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം കണ്ടിന്യൂറ്റി ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ.
അല്ല, ഇപ്പൊ ഞാന് ഇപ്പൊ സാറ് പറഞ്ഞ് ഇടപെടലുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തില് ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം ഇതുപോലെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെയുണ്ട് കുടുംബജീവിതം എന്നൊക്കെ അറിയാൻ പേരൻസ് ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും വിഷമം ഇതുപോലുള്ളത് വന്നാൽ അത് പേരൻസിനോട് ഷെയർ ചെയ്യും. അപ്പൊ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളെ അല്ലെങ്കിൽ അവനെ നല്ല പിള്ളയാക്കാനുള്ള ഒരു ശ്രമം പേരൻസിന്റെ ഭാഗത്തുണ്ടാവും. അവരുടെ എല്ലാ വിഷയങ്ങൾ അഭിമാന പ്രശ്നമാണ്. ഏതാ മക്കൾ തമ്മിൽ ചേർച്ചക്കുറവുണ്ട്, വിവാഹം എന്ന് പറയുന്നത് പേരൻസിന്റെ അഭിമാന പ്രശ്നമാണ്. ആ അഭിമാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എതിർ പങ്കാളിയെ കുറ്റം പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കേട്ട് മതിമറന്ന് ഇരിക്കുന്ന ദമ്പതികളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെ ഒന്ന് തിരുത്തി കൊടുക്കണം. അവരുടെ അഭിമാന പ്രശ്നമായത് നിങ്ങളുടെ കുടുംബജീവിതമാണ് തകരാൻ പോകുന്നത്, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഭാഗമുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ അവിടെ പോയി നിന്നെ കെട്ടിച്ചു വിട്ടേക്കണം, നീ അവിടെ ഭർത്താവ് പറഞ്ഞ പോലെ കേട്ട് നിൽക്കണമെന്ന് പറയുമായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയായിട്ട് നോക്കണമെന്ന് പറയുന്ന കാര്യം. ഇന്ന് അങ്ങനെയല്ല. നീ ഒട്ടും മോശമല്ല. സാർ പറയുന്ന മൂല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഒരു പ്രശ്നം ഫാമിലി ലൈഫിൽ ഉണ്ടായാൽ പിന്നെ ഏറ്റവും അടുപ്പമുള്ള ആളോട് അത് തുറന്നു പറയും. അത് അടുപ്പമുള്ള ആള് പേരൻസോ അല്ലെങ്കിൽ സ്വന്തം മൂലകുടുംബത്തിലെ ആൾക്കാരായിരിക്കും. അതാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇപ്പം എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. ഈ പറയുന്ന വിവാഹത്തിന്റെ ആദ്യത്തെ ഉടനെ തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ എനിക്ക് വേറൊരു വിവാഹം വന്നതാ. അവള് നിന്നേക്കാളും സുന്ദരിയായിരുന്നു, പക്ഷേ സാമ്പത്തികം മോശമായതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിച്ചത് എന്ന് ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു പോയി. ഇതാ പെൺകുട്ടിയുടെ മനസ്സിലിരുന്നു ഓരോ കാര്യത്തിലും. ഒരു മകനും ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര വിഷയമായിട്ടുള്ളത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുമായിരുന്നു. ഏതായാലും അതൊരു അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് അവർ തന്നെ ഉണ്ടാക്കി, ഈ പെൺകുട്ടി തന്നെ. അങ്ങനെ ഡൈവേഴ്സും കഴിഞ്ഞു, ഡൈവേഴ്സുമായി. അവൾ രണ്ടാമത് വിവാഹവും കഴിച്ചു. ഇപ്പൊ സന്തോഷമായി കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അവിടെ ഒരു കരുതൽ വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാബല്യങ്ങൾ കൊണ്ടൊരു കുട്ടി ഉണ്ടാവാതിരിക്കണം എന്ന് ഉള്ള ആഗ്രഹം ഈ പെൺകുട്ടിയിലുണ്ടായിരുന്നു, രക്ഷപ്പെട്ടു പോകാൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. പിന്നെ കൗൺസിലറോട് തന്നെ ചോദിക്കാറുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഓരോ ദിവസം വേറൊരാൾ വിളിക്കുക, ഞാൻ ആ കുട്ടിയുടെ അമ്മാവനാണ്, നിങ്ങളോട് ആര് പറഞ്ഞ് അവരെ ലോഹിയാക്കി വിടാൻ? എന്തുമാത്രം പോക്കിരത്തിനെ അവൻ കാണിച്ചതെന്നറിയാവോ? ഒരു കാരണവശാലും അവൻ്റെ കൂടെ വിടാൻ കൊള്ളിയല്ല. നിങ്ങളെ കാണിച്ചത് പോകിര, നിങ്ങൾ അവിടുത്തെ കൗൺസിലറാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ സാധാരണ പെൺകുട്ടികളോട് പറയാറുണ്ട് ഇത് വീട്ടിൽ ചെന്നാൽ. അപ്പൊ എന്നാ ഇനി തിരിച്ചു പോണേന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം നോക്കി പോവുക. അപ്പൊ എങ്ങനെയാ, അദ്ദേഹം വന്ന് കൊണ്ടുപോകണമോ അതെയോ നിങ്ങൾ? അല്ല, അത് എങ്ങനെയായാലും രണ്ടുപേരും തയ്യാറിലിരിക്കുക. അന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം ഫിക്സ് ചെയ്യണം കേട്ടോ, കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പോയ പാർട്ടിയാണെന്ന് ഓർത്തോണം പേരൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അഭിമാന പ്രശ്നമായി വരുവാണ് കുടുംബങ്ങളിൽ. അതൊരു വിഷയമാവും. പക്ഷെ അത് വരാതെ ഉള്ള ഒരു ഭാഗം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ല കാര്യം. അതാ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യമായിട്ട്. ശരിയാണ് സാറ്. ഞാൻ പറഞ്ഞോട്ടെ, ഇടപെട്ടോട്ടെ. സാറ് കൗൺസിലർ എന്നുള്ള ആ രീതിയിൽ സൂചിപ്പിക്കുകയും ചെയ്തു. സാറ് വളരെ നല്ല കോൺട്രിബ്യൂഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാറും കൗൺസിലറും. അപ്പൊ സാറ് ശരിക്കും നമ്മള് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ഈ വിവാഹത്തിന്റെ ഈ ടാസ്കുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ മൂല കുടുംബത്തിൽ നിന്ന് എന്തായാലും മാറിയിട്ട് വേറെ കുടുംബമാവാണ് അവര്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപവ്യവസ്ഥ, സബ് സിസ്റ്റം അവരാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വിവാഹം കഴിക്കുന്നവരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ മൂല കുടുംബത്തിലെ ആൾക്കാർ പറഞ്ഞ് കേൾക്കേണ്ടതില്ല. കേൾക്കണ്ടെന്ന് പറയുന്നില്ല, കേൾക്കണം. പക്ഷെ തീരുമാനങ്ങൾ അവരുടേതായിരിക്കണം എന്നുള്ളത് അവര് തന്നെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വിവാഹം കഴിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഉടനെ അവരില് എത്തിച്ചേരുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും.
ഇത് മെനിറ്റൽ എൻറിച്ച്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് തന്നെയാണ് ശാസ്ത്രം കാണുന്നത്, മനഃശാസ്ത്രം കാണുന്നത്. അല്ല സാർ, ഇത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല മുൻപായിട്ട്. നമ്മളൊക്കെ പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ ഈയിടെ ഒരു സ്ഥാപനത്തിന്റെ ഈ മാരേജ് ബ്യൂറോന്റെ ഇതാണ്, അഡ്വർടൈസ്മെന്റ് ആണ്. അവര് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുടുംബങ്ങൾ, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ദൃഢബന്ധമാണെന്നാണ് അവർ അഡ്വർടൈസ് ചെയ്യുന്നത് ഇതിൽ മാരേജ് ബ്യൂറോയിൽ. ഇങ്ങനെയുള്ള ഒരു വീക്ഷണത്തില് കാര്യങ്ങൾ പോയിരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല. ഇന്ന് സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാത്തതിലാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ് എന്റെ അഭിപ്രായം. ശരിയല്ലേ സാർ? അല്ലേ? അതായത് ഒരു വിവാഹം കഴിച്ച ദമ്പതികൾക്ക് അവരുടേതായുള്ള ഒരു കുടുംബ വ്യവസ്ഥ ഉണ്ടാക്കാൻ അവരെ അനുവദിക്കുക, സ്വതന്ത്രമായി വിടുക. ഈ ദമ്പതികളോട് തന്നെ പറയാറുണ്ട് സാധാരണ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പൊ അവര് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതിന് നിങ്ങൾ അങ്ങനെ മതിമറന്ന് നിൽക്കുക. പക്ഷെ കുറെ കഴിയുമ്പോൾ പറയും, ആ പ്രശ്നമൊക്കെ തീർന്ന് സമാധാനമായി പറയും, നിന്നെ കല്യാണം കഴിച്ചതാ, അത് കഴിഞ്ഞിട്ട് അത് നീ മര്യാദയ്ക്ക് ജീവിക്കാനിട്ടല്ലേ ഇപ്പോ നീ ഗതി വന്നത്, ഞങ്ങളെ കുറ്റം വന്നിട്ട് കാര്യമില്ല, നീ പേരൻസ് തന്നെ പറയും. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ ഈ കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോഴും. നല്ല കുടുംബങ്ങളാണെങ്കിൽ ഈ അവര് തമ്മിലുള്ള വൈവാഹിക പ്രശ്നത്തിൽ ഇടപെടാതിരിക്കാതെ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതായത് അവര് തന്നെ പരിഹരിക്കട്ടെ പ്രശ്നങ്ങൾ സ്വയം, രണ്ടു കൂട്ടർ തന്നെ. നമ്മൾ ഇടപെടേണ്ട. അമ്മാവൻ ചെയ്ത ഭീമമായ ദുഷ്കൃത്യം സാറ് പറഞ്ഞതുപോലെ ഒരിക്കലും ഒരാളും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെ വിവാഹം കഴിച്ച് ജീവിച്ച് ഇത്രയും കൊല്ലങ്ങളായി, 30ഉം 50ഉം കൊല്ലങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തെറ്റുകളാണെങ്കിൽ തന്നെ തെറ്റുകൾ വരുത്താൻ അവർക്ക് അവസരം കൊടുക്കുക, അവർ പഠിച്ചോളൂ ആ തെറ്റുകൾ. അതാണ് സമീപനം വേണ്ടത്. സ്വതന്ത്രമായി വിടുകയാണ് വേണ്ടത്. അതായത് ആദ്യത്തെ ടാസ്ക് ആയിട്ടുള്ള വിവാഹത്തിലെ ആദ്യത്തെ പ്രവർത്തന പരിപാടി, ടാസ്ക് എന്നാണ് നമ്മൾ മനഃശാസ്ത്രത്തിൽ പറയാം. അത് ഇതാണ്, ഒരു നല്ല വിവാഹ ഉപവ്യവസ്ഥ, ഒരു ഉപകുടുംബ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, സബ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതായത് അവരെ ഒരു കുടുംബമാകാൻ അനുവദിക്കുക. അവർ പരസ്പരം സംസാരിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ, അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനം അവരുടേതാകട്ടെ. അങ്ങനെ തീരുമാനിച്ച അവര് ഒരു കുടുംബമായി വരട്ടെ, തുടങ്ങട്ടെ. അതിനുള്ള പിന്തുണ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. രണ്ട് മൂല കുടുംബങ്ങളും. അല്ലാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയല്ല, അവർക്ക് നിർദ്ദേശം കൊടുക്കുകയല്ല, അവരെ നിയന്ത്രിക്കുകയല്ല. നിങ്ങളുണ്ടായ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. അഥവാ പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനുള്ള ഡയറക്ഷൻ വല്ല കൗൺസിലറൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുകയേ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. പറ്റാതെ വന്നാൽ നമുക്ക് ആരെങ്കിലും കൗൺസിലർമാരെ കാണാൻ പോവുകയോ ഒക്കെ ചെയ്യാം എന്നും പറഞ്ഞ് അസൻസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ കുഴപ്പമല്ല, മറ്റവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഭാഗം ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നമുക്ക് പുതിയ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ. ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കാരണം മനസ്സിന്റെ നിയന്ത്രണത്തിലാണല്ലോ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ നമ്മളുടെ പാരമ്പര്യമായ ഓർമ്മകൾ അല്ലെങ്കിൽ സാഹചര്യ അനുഭവത്തിന്റെ ഓർമ്മകളുടെ അടിസ്ഥാനത്തിലും അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അത് തന്നെയല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ്, രണ്ട് കുടുംബത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഈ ഇന്ററാക്ഷൻസ് വരേണ്ടത്. അപ്പൊ അതിനെ ഒത്തിരിയും സ്വാധീനിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ ഒത്തിരി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിനൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നല്ലൊരു കുടുംബത്തെ ഡെവലപ്പ് ചെയ്തുണ്ടാക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടെ ഗുണകരമാക്കി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി വിറ്റാമിൻ സാർ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഇത്രയും മാതൃകാപരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വിഷയം ഈ ലോകത്തിന്റെ അല്ലേ ഏതൊരു വിഷയം എടുത്താലും ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് വിജയരാമൻ സാറിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് ഈ വിഷയവുമായി മുന്നോട്ട് പോകാം. അതുവരെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക, ഒരു പഠന വിഷയമാകുക,
ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അതിനെ റീമോൾഡ് ചെയ്യാം. തീർച്ചയായിട്ടും വലിയൊരു അനുഭവമായി, വലിയൊരു പഠനമായി, ഒരു അറിവായി, അല്ലെ, ഒരു വലിയ ഉപദേശമായിട്ടൊക്കെ നമുക്കതിനെ കോർത്തിണക്കാം. സോ താങ്ക് യു വിജയരാമൻ സാർ. ഒരിക്കൽ കൂടി ഇന്നത്തെ സാറിന്റെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും സാർ അത് കൃത്യമായിട്ടത് ചെയ്യാൻ സാധിച്ചതിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. നാളത്തെ ദിവസം ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് അടുത്ത തിങ്കളാഴ്ച നമുക്ക് കറക്റ്റ് ആയിട്ട് PPT വെച്ചിട്ട് നമ്മളിത് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഡിറക്ഷനിൽ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. PPT കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, പക്ഷെ വളരെ പ്രാധാന്യമുള്ളത്. ഓരോ ചെറിയ പോയിന്റിനും ഒത്തിരി ഘടകങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കും. അതാണ്. അപ്പൊ അത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ അടുത്ത സെഷനിലേക്ക് നമുക്ക് തയ്യാറായിട്ട് നിൽക്കാം. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. പറയൂ. ഒരഭിപ്രായം പറഞ്ഞോട്ടെ. ഈ മാരേജില് പിന്നെ പെട്ടെന്നുള്ളൊരു വിവാഹമാണോ അതോ ഒരു വിവാഹം നിശ്ചയിച്ച് ആ ആൺകുട്ടിയും പെൺകുട്ടിയും ഏകദേശം 1 വർഷത്തോളം അവർക്ക് വിട്ടുനിന്ന് ഇടപഴകിയും കണ്ടും പരിചയപ്പെട്ടും പരസ്പരം സംസാരിച്ചും എടുക്കുന്ന ഒരു വിവാഹമാണോ കൂടുതൽ നന്നാവുക? വീട്ടുകാരെ എൻഗേജ് ചെയ്തത് കൊണ്ട് തന്നെ അതിനിപ്പോ ഒരു ലവ് മാരേജ് അവരുടെ ലവ് ആയിട്ടായാലും ശരി, അറേഞ്ച്ഡ് ആയാലും ശരി, നമ്മൾ ഒരു പ്ലസ് 2 തലത്തിൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി തലത്തിൽ എത്തുമ്പോൾ നമ്മളുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. അതായത് അതിൽ മോറലായിട്ട് കുറെ ഒരു ഇംഗ്ലീഷിലായിക്കോട്ടെ പാഠഭാഗങ്ങളായിട്ടോ എങ്ങനെയെങ്കിലും കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ ഈ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ, തീരുമാനത്തിൽ വരുന്ന, അതുപോലെ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജീവിതങ്ങൾ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളിലൂടെ പഠനങ്ങളിലൂടെ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, സ്വയം തീരുമാനം എടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. ലൈഫിൽ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ ഒരു ഹസ്ബൻഡ് വന്നു, അല്ലെങ്കിൽ ഒരു വൈഫ് വന്നു, ആ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മോറലായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സുകൾ. അതേപോലെ ഒരു മാരേജിന് ശേഷം ഒരു എന്താ പറയാ അടുത്ത തലമുറ എന്ന് പറയുന്നത് 1 വർഷത്തിന് ശേഷം ആയിരിക്കണം അത് ചിന്തിക്കുന്നത്. കാരണം ലൈഫിൽ പ്രോബ്ലങ്ങൾ വരും, അതെപ്പോഴാന്ന് പറയാൻ പറ്റില്ല. 2 വ്യക്തികളാണ്, 2 വ്യത്യസ്ത മനസ്സുകളാണ്. അവർ തമ്മിൽ യോജിച്ച് ആദ്യം അവർക്ക് തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതിനുശേഷം വേണം അവർ അടുത്ത തലമുറയെ പറ്റി ചിന്തിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ, പാഠങ്ങൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠനത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ലൈഫിൽ ഒരു അനുഭവമുള്ള ആളാണ്, അതും കൂടി വെച്ചിട്ട് പറയാണ്. പലപ്പോഴും 2 പക്ഷത്തും വരുന്ന മിസ്റ്റേക്കുകൾ മാറ്റാൻ ഇത് നമ്മളുടെ ഒരു അധ്യായത്തിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഫാമിലിയിൽ നിന്ന് ഇത്തരം അറിവുകൾ കിട്ടാത്ത കുട്ടികളുണ്ട്, ലൈഫിൽ നിന്ന് ഇത്തരം പാഠങ്ങളില്ലാത്ത കുട്ടികളുണ്ട്. എല്ലാവരും ഒരു വിവാഹത്തിലേക്ക് എടുത്തു ചാടുകയാണ്. കാരണം 1 മാസം കൊണ്ട്, 1.5 മാസം കൊണ്ട്, അല്ലെങ്കിൽ മാക്സിമം 2 മാസം കൊണ്ട്, 10 ദിവസം കൊണ്ട് വിവാഹം നടത്തിയ ഒരാളുടെ ഒരു ജീവിതകഥ ഞാൻ ഇന്നലെ കേട്ടു. അയാളെയൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിപ്പോയി. വന്ന ഭാര്യ ഒരു എന്താ പറയുക ചിത്തഭ്രമം എന്തോ പറഞ്ഞ അസുഖത്തിന്റെ പേര്. അപ്പൊ അവർക്ക് അവിടെ പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. വെറും 10 ദിവസം കൊണ്ട് അവർ ഗൾഫിൽ നിന്ന് വന്നു, അതും സ്വന്തം ബന്ധുക്കളിലുള്ള ഒരു കുട്ടി. എന്നിട്ട് പോലും ആ കുട്ടിയുടെ ക്യാരക്ടർ അവർക്ക് പുറത്തറിയാൻ പറ്റിയില്ല എന്നാ പറഞ്ഞത്. കുട്ടി ഒരു സാധാരണ കുട്ടി പോലെ, പക്ഷെ എന്താ പറയാ ഹൈ ഫാമിലി ആയതുകൊണ്ട് ആ കുടുംബത്തിനുള്ളിൽ ആ കുട്ടീനെ അച്ഛനും അമ്മയും വെച്ചിട്ട് ബന്ധുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാ പറഞ്ഞ സ്വഭാവം. മാത്രമല്ല അയാൾക്ക് പിന്നീടുണ്ടായ 2 കുട്ടികളും ബുദ്ധി വളർച്ച കുറവുള്ള കുട്ടികളും കൂടിയാണ് ജനിച്ചത്. അപ്പൊ ആ ഒരു വ്യക്തി എന്നോട് ഒരു ദിവസം രാത്രി മുഴുവൻ തുറന്ന് സംസാരിച്ചത്. അപ്പോ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയം കൂടെ വേണ്ടേ ഇതിന്, ഈ ദാമ്പത്യം. കാരണം നമ്മുടെ അച്ഛനമ്മമാരെ തന്നെ നമ്മൾ മനസ്സിലാക്കി അവരുടെ ഒരു സ്വഭാവം, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കല്യാണ സമയത്ത് ചിലർ തള്ളിവിടുന്നവരുണ്ട്, ചിലർ വഴിപാട് കഴിക്കുന്നത് പോലെ കഴിച്ചു വിടുന്നവരുണ്ട്, ബാധ്യത തീർക്കുന്നവരുണ്ട്. ഈ അച്ഛനമ്മയെ പോലും ജനിച്ചു കഴിഞ്ഞ ഒരു 10-20 വയസ്സ് പ്രായമെത്തുമ്പോൾ ചില അച്ഛനമ്മമാരുടെ ഉൾവശം നമ്മൾ അറിയുന്നത്. അപ്പൊ അതിന് പോലും അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പൊ 2 വ്യക്തികൾ തമ്മിൽ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ തമ്മിൽ എത്രത്തോളം പരിചയം വേണം. നമ്മൾ ഫസ്റ്റില് നമ്മുടെ നല്ല വശം മാത്രമാണ് കാണിക്കുന്നത്, ഒരു പെണ്ണ് ആണിനോടായിക്കോട്ടെ, ഒരു ആണ് പെണ്ണിനോടായിക്കോട്ടെ. പക്ഷെ ഏകദേശം 1 വർഷത്തെ ഒരു ടൈം എടുത്ത് 2 പേര് മനസ്സിലാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് സ്വഭാവങ്ങൾ പുറത്തു വരില്ലേ? മാം ഞാൻ പറഞ്ഞോട്ടെ ഇത് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ടോ?
കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഞാൻ മൈക്ക് ഓഫ് ആക്കിയതാ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇടപഴകിയതിന്റെ ശേഷം വിവാഹം കഴിക്കുന്നതോ പിന്നെ പെട്ടെന്ന് തന്നെ 5-10 ദിവസം, അല്ലെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷനൊന്നും മുഖത്ത് നോക്കുപോലും ഇല്ല അല്ലെ, കുടുംബങ്ങളെ തീരുമാനിക്കും, അങ്ങനെ വിവാഹം വന്നിട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയില് അങ്ങനെ പോവായിരുന്നു. ഇപ്പൊ അതാണ് പണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ വിവാഹമുണ്ട്. ഒരു അറേഞ്ച്, പിന്നെ മാം പറഞ്ഞ പോലെ കുറച്ചു കാലം പ്രേമിച്ച് നടന്നിട്ട് പിന്നീട് വിവാഹം കഴിക്കും. ഇതില് എങ്ങനെ വേണമെന്നാണ് മാം ചോദിച്ചത്. മാം, എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ് മാം. അതായത് കമ്മിറ്റ്മെന്റ്, വ്യക്തികൾക്ക് പ്രതിബദ്ധത എന്നുള്ള ഒരു സ്വഭാവമാണ് സാർ മാം. ഇത് വിവാഹത്തെ കുറിച്ച് ആ വ്യക്തികളുടെ വീക്ഷണങ്ങൾ എന്താണ്? ഇത് മനസ്സിലാക്കി ആ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്തിപ്പോ രാവിലെ ഉടനെ കണ്ടിട്ട് ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് വിവാഹം കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ അതെ വിവാഹത്തിനെ കുറിച്ചുള്ള ഈ വീക്ഷണങ്ങൾ കറക്റ്റ് ആയിട്ട് ആ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് നമ്മൾ ഈ കുട്ടി മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കമ്മിറ്റ്മെന്റ് ഉള്ളവരല്ല. ചിലര് എന്തൊക്കെയോ ചില വ്യക്തി താല്പര്യത്തിന്റെ പേരിലും ആർക്കൊക്കെയോ വേണ്ടിയിട്ടും വീട്ടിൽ ആളില്ലാഞ്ഞിട്ടും കല്യാണം കഴിക്കുന്നവരാണ്. അമ്മയ്ക്ക് ആളില്ല, അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, നോക്കാൻ ആളില്ല, ഞാൻ ഗൾഫ് പോവാണ്, അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയ്ക്ക് സൗകര്യത്തിനാണ്, ഇങ്ങനെ പലതരത്തിലും വിവാഹം നടക്കുന്നുണ്ട്. അതൊന്നും നല്ല വിവാഹത്തിന്റെ മാനദണ്ഡങ്ങൾ. വിവാഹം കഴിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ അതൊന്നല്ല. വിവാഹത്തിനെ കുറിച്ച് എന്താണ് ആ വ്യക്തിയുടെ വീക്ഷണം, അതിനോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ആ വ്യക്തിക്കുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വേണം പരസ്പരം വിവാഹം കഴിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് മാം പറഞ്ഞുള്ള കാര്യം വളരെ വളരെ നല്ല കാര്യമാണ്. പാഠ്യപദ്ധതികളിൽ ഇത് ഉൾപ്പെടുത്തണം. മാം, ഇപ്പോ നമ്മുടെ സമൂഹത്തിന്റെ വീക്ഷണത്തിൽ ഇപ്പൊ കൗൺസിലിംഗ്, ഇപ്പൊ ഈ പറയുന്ന വിഷയം കൗൺസിലിങ്ങിനോട് തന്നെ ടാബുവാണ്. അതിനെ തന്നെ ഒരു മോശമായ രീതിയിലാണ് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് മാം, ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയുടെ MSc. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിമാൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതായത് പ്രാക്ടിക്കലിൽ പറയുന്നു കമ്മ്യൂണിറ്റി അവയർനെസ്സിനുള്ള ഒരു സെഷൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്നാലേ എനിക്ക് പാസ്സാവാൻ പറ്റുള്ളൂ MSc. ഇതും അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട്, ഈ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇക്കാര്യം എല്ലാവരെയും ലോകത്തെ മുഴുവൻ അറിയിക്കണമെന്നുണ്ട്. പക്ഷേ നാം എത്ര അറിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സാമൂഹ്യ വീക്ഷണങ്ങൾ മാറാതെ ഇതൊന്നും മാറില്ല എന്നാണ് പറയുന്നത്. അതായത് വിവാഹം എന്ന് പറയുമ്പോൾ സോഷ്യോ കൾച്ചറൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടിയുള്ള ഒരു സ്ഥാപനമാണ് വിവാഹം എന്നുള്ളതാണ് കാര്യം. സമൂഹത്തിന്റെ വീക്ഷണം തന്നെ മാറും വേണം. ഇതിപ്പോ പാഠ്യപദ്ധതി അങ്ങനെ വരുമ്പോ പാഠ്യപദ്ധതിയിൽ തന്നെ അത് ഉൾപ്പെടും. ഇപ്പൊ യൂണിവേഴ്സിറ്റികൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ യൂണിവേഴ്സിറ്റികളും പറഞ്ഞുകൊണ്ടിരിക്കും, കുറച്ച് പേരെ അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി തരുള്ളൂ, എല്ലാവരെയും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഡിഗ്രി തരുന്നുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ മാം പറഞ്ഞത് വളരെ വളരെ നല്ല കാര്യമാണ്. മാം ഈ ക്ലാസ് നമ്മൾ തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ മാം ഇതിലെല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പൊ മാമിന് കാര്യങ്ങൾ പിടികിട്ടും. ഈ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് എനിക്കൊരു ക്ലാസ് മുഴുവൻ പറയാനുണ്ട്. കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു കാര്യം വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് മുഴുവൻ എനിക്ക് എടുക്കാനുണ്ട്. അപ്പൊ മാം അടുത്ത ക്ലാസ്സുകളിൽ വരും. ഓക്കെ സാർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ലിങ്ക് കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നതും. ഫ്രീ ആണെന്ന് പറഞ്ഞതുകൊണ്ട് കയറിയതാണ്. പെയ്ഡ് ക്ലാസ്സിലൊന്നും കയറാൻ എനിക്ക് കഴിയില്ല. 1200-ലധികം ദിവസമായിട്ട് നമ്മൾ ഡെയിലി ഈ പ്രോഗ്രാമിംഗ് നടത്തുന്നതാണ്. ഒത്തിരി വിഷയങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായിട്ടാണ് ചെയ്യുന്നത്. മാം, എൻ്റെ നമ്പർ ലിങ്കിൽ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ക്ലാസ്സുകളൊക്കെ ഞാൻ പല സെക്ടറിൽ, സൈക്കോളജി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ സൊല്യൂഷൻസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ ഇങ്ങനെ ചെയ്തിടാറുണ്ട്. മൈൻഡ്ഫുൾനെസ്, ഹോളിസ്റ്റിക് ഹെൽത്ത്, അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ കാണുകയും സാറ് പറഞ്ഞ ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ നമ്മളെ കൂടെ വരുന്നവർക്കും ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം എന്നില്ല. കമ്മിറ്റ്മെന്റിന്റെ പേരിൽ ജീവിത അവസാനം വരെ ഇത് സഹിച്ച് ജീവിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. വേറെ അത് വ്യത്യസ്തമായി ചിന്തിക്കാൻ കൂടെ പറ്റുന്ന ഒരു പഠനമായിട്ട് ഇതിനെ മാറ്റണം. നമ്മള്
സറണ്ടർ ചെയ്ത് ജീവിക്കുന്നതിന് പകരം വ്യത്യസ്തമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു പവറും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒത്തിരിയും കാലഘട്ടത്തിന്റെ ശൈലി മാറി, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറി, ടാർജറ്റ് അല്ലെ ലക്ഷ്യം മാറി, ഗോൾ മാറി. അപ്പൊ അതനുസരിച്ച് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആരുടെയും കീഴിൽ ജീവിക്കാനല്ല, വ്യത്യസ്തമായിട്ട് ജീവിക്കാനുള്ള ഒരു പവർ നമ്മൾ ആർജിക്കണം. അതിനൊക്കെയുള്ള ഒരു പഠനമാണ്. ഇപ്പം ജയരാമൻ സാർ തന്നെ ചെയ്യുന്നത് ഒരു വലിയ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനേക്കാൾ അപ്പുറത്ത് ഏതൊരു വിഷയമാണുള്ളത്? ഇതില്ലാത്ത എല്ലാ കുടുംബങ്ങളുടെയും അവസ്ഥ ഒരു നെഗറ്റിവിറ്റിയുടെ സാധ്യതകളാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് കുടുംബം എത്രമാത്രം സന്തോഷകരമാണോ, പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത്രമാത്രം മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. വ്യക്തിക്ക് വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മൂല്യബോധം ഇതെന്താണ് എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു +1 തലം തൊട്ട് നമ്മൾ എവിടെ പഠനം അവസാനിക്കുന്നോ അവിടെയും വരെയും തുടർന്ന് പോകേണ്ട ഒരു പ്രധാന സബ്ജക്റ്റ് ആണിത്. ഇല്ല മാം, അതിനകത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ മക്കളുടെ ഒരു ശൈലിയും. അപ്പൊ പഠനം സ്കൂളിലേക്കല്ല പോകേണ്ടത്. സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബുദ്ധി കുട്ടികൾക്കുണ്ട്. അപ്പൊ അവിടെയാണ് ഇവിടെ നമ്മുടെ മൂല്യബോധം അവിടെയാണ് വരുന്നത്. കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നാണ്, അവരുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ്. അവർ ചെയ്യുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സെൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ പഠന പുസ്തകങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ തലത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പഠനമാണ് ഇവിടെ അത്യാവശ്യം. കുടുംബമാണ് തകർച്ചയ്ക്ക് കാരണമായി മാറുന്നത്. അപ്പൊ കുടുംബത്തിലെ പുതിയ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട്, അതായത് കുടുംബജീവിതം സീരിയൽ കണ്ടോ സിനിമ കണ്ടോ ഒന്നും മേല, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കും. അതെന്ന് തുടങ്ങുന്നു? ചെറുപ്പം മുതലേ കണ്ടുപിടിക്കുക, എന്നാലേ ശരിയാവുള്ളൂ. സീരിയലും സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കഥ എഴുതി ഇന്നതുപോലെ അഭിനയിക്കുക പോരാ, കുറച്ചുകൂടെ പറയണം, ഇത് ആൾക്കാർക്ക് അങ്ങ് ഇമ്പ്രസ് ചെയ്യണം എന്ന രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് വർദ്ധിച്ചാണ് കൊടുക്കുന്നത്. ഇത് കണ്ടേച്ച് ഇതാണല്ലോ കുടുംബജീവിതം എന്നോർത്ത് അനുകരിക്കാൻ പോയാൽ രക്ഷപ്പെടില്ല. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ ഇത് പഠിപ്പിക്കുകയല്ലേ, ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇതാണ് കുടുംബജീവിതം. അവിടെ ഒരു ഇത് വന്നാൽ ആ കുട്ടികളിലൊക്കെ ഉണ്ടാകും. ചില കുട്ടികൾ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം. കാരണം ഒരു നല്ല കുടുംബജീവിതം കണ്ടിട്ടില്ല. എനിക്ക് വരുന്ന പുരുഷൻ ഇതുപോലെയാണ് എങ്കിൽ എൻ്റെ കുടുംബജീവിതം പോയില്ല, അതുകൊണ്ട് വിവാഹം വേണ്ട, ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല, തന്നെ മനസ്സിലാക്കിയാലേ. അതെ, ഉണ്ട് സാർ. അത് തന്നെയാണ് ഞാനിത് പറയാൻ കാരണം കുടുംബത്തിൽ നിന്ന് ചില കുട്ടികൾക്ക് അത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കാണുന്ന പുരുഷന്മാരെല്ലാവരും അങ്ങനെയല്ല, സമൂഹത്തിൽ നല്ലവരും ഉണ്ട്. ഒരു കുട്ടികൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്കിപ്പോൾ ആ കുടുംബത്തിനെ ക്ലാസ് എടുത്ത് ചിലപ്പോൾ നന്നാക്കാൻ പറ്റിയെന്ന് വരില്ല, അവരിവിടം വരെ എത്തിപ്പോയി. അപ്പോൾ ആ കുട്ടികൾക്കൊരു പാഠം ആയിട്ടാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം ചില ഫാമിലി ഒരുപാട് എനിക്ക് പറയാം ഇങ്ങനത്തെ ഈ സംഭവം. കാരണം അവരുടെ ജീവിതം എങ്ങനെയാ, അതുപോലെ വേണോ നമ്മളും ആവാൻ? വേണ്ട, വിവാഹം വേണ്ട, പഠിച്ചൊരു ജോലി വാങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ കാണുന്നത് മാത്രമല്ല ജീവിതം, അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് പാഠഭാഗത്തിൽ 2 കഥയും വേണം, രണ്ടും വേണം. വീട്ടിൽ നിന്നുകൊണ്ട് മാത്രം പഠിക്കാൻ പറ്റില്ല, അപ്പുറത്തെ വീട്ടിലേക്കും കൂടി നോക്കണം. ചിലപ്പോൾ അപ്പുറത്ത് മോശമായിരിക്കാം, അവനവന്റെ വീട്ടിൽ നല്ലതായിരിക്കാം. അപ്പൊ ജീവിതം രണ്ടും ഉണ്ട് എന്നൊരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് അക്കാദമിക്കലായിട്ട് തന്നെ ക്ലാസ് കൊടുക്കണം. ചില കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള പഠനത്തിന് സാഹചര്യം ഉണ്ടാവില്ല, അപ്പുറത്ത് എന്താണ് ഇപ്പുറത്ത് എന്താണ് രണ്ടും അറിഞ്ഞിരിക്കണം. തീർച്ചയായും അത് അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഇത് വലിയൊരു സങ്കീർണമായ ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഈ അക്കാഡമിക് തലത്തിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശംസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് നമ്മളുടേതായ ശ്രമങ്ങൾ, നമ്മളുടെ ശ്രമങ്ങളൊക്കെ അത് തന്നെയാണ്. പഠനത്തോടൊപ്പം പഠിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് അതിന്റെ ആ സാധ്യതകളെ തുറന്നു കാണിക്കുകയും കൂടെ ചെയ്യാം ഉള്ള ഒരു വേദിയായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഷെയർ ചെയ്തതിന് ഗിരിജാമാമിനും വളരെയധികം നന്ദി. താങ്ക് യു മാം. നാളെ നമുക്ക് കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ 58ാമത്തെ സെഷനാണ്. നാളെ നമുക്ക് വൈകുന്നേരം 7 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു വിജയരാമൻ സാർ, ഒരിക്കൽ കൂടി റോയ് സാർ. താങ്ക് യു സാർ. See you and good.